നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിമ്പിൾ ഓഫ് ഫസ്റ്റ് ആംഗിൾ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെയും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെയും സിമ്പിൾ എന്താണ്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫ്രസ്റ്റം ഓഫ് കോണാണ്. ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണിൻ്റെ ടോപ്പ് സർഫസ് റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രസ്റ്റം ഓഫ് കോൺ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ച് വരയ്ക്കുന്നതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഈ ഫ്രസ്റ്റം ഓഫ് കോൺ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ച് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതിൻ്റെ സൈഡ് വ്യൂവും വരയ്ക്കുന്നതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ. അതുപോലെ ഈ ഫ്രസ്റ്റം ഓഫ് കോൺ തേർഡ് ക്വാഡ്രന്റിൽ വെച്ചിട്ട് തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ വരയ്ക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ സൈഡ് വ്യൂവും അതിൻ്റെ ഫ്രണ്ട് വ്യൂവും വരയ്ക്കുന്നതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സിമ്പിളിൽ യൂസ് ചെയ്യുന്നത് രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ അല്ലേ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നോക്കിയേ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരും. ഓക്കെ, തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നമുക്കറിയാം അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരും. അപ്പോൾ ഈ ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഈ ഡയറക്ഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഫ്രസ്റ്റം ഓഫ് കോണിനെ നോക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന രീതിക്കായിരിക്കും ക്വാഡ്രൻ്റ് ഇരിക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻ്റ്. ഓക്കെ, ഒബ്സർവർ ഇവിടെ നിന്നായിരിക്കും ഇങ്ങോട്ട് നോക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ. ഓക്കെ, ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്, മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇതിൻ്റെ വ്യൂ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് ഏത് ക്വാഡ്രന്റിൽ ഇത് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇതാണ്, നിങ്ങൾ സിമ്പിൾ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യം അതിൻ്റെ ഫ്രണ്ട് വ്യൂ, പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ വരച്ചിട്ടുള്ളൂ. ഓക്കെ, തേർഡ് ആംഗിൾ പ്രൊജക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരയ്ക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, തിരിഞ്ഞു പോകരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ്റെ സിമ്പിൾ വരയ്ക്കാൻ ചോദിച്ചാൽ തേർഡ് ആംഗിൾ പൊസിഷൻ വരയ്ക്കരുത്. ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ്റെ സിമ്പിൾ ചോദിച്ചാൽ ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ തന്നെ വരയ്ക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിരുന്നാൽ ഇതിന് നേരെ തിരിച്ചാണെന്നുള്ളതെങ്കിലും നമ്മൾ തേർഡ് ആംഗിളിൽ അറിയാം. ഫസ്റ്റ് ആംഗിളാണ് പഠിച്ചു വയ്ക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ഫ്രണ്ട് വ്യൂ, പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ അതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂവിൽ വരും. ഓക്കെ, ഇതിന് നേരെ തിരിച്ച് വരച്ചാൽ മതി. അതായത് ഈ വ്യൂ ഇപ്പുറത്തും വരച്ച് ഈ വ്യൂ ഇപ്പുറത്തും വരയ്ക്കുമ്പോൾ അതെന്തായി? തേർഡ് ആംഗിൾ പ്രൊജക്ഷനായി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ നോക്കി ഈ പ്രൊജക്ഷൻ്റെ സിമ്പിൾ വരയ്ക്കാൻ വേണ്ടി ഇതിനൊരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ ഏറ്റവും വലിയ സൈഡ്, അതായത് വലിയ സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയമെൻഷൻ D ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയുമ്പോൾ വലിയ സൈഡ് ഒരു സർക്കിൾ പോർഷനാണ്, ഇവിടെ ഒരു സർക്കുലർ പോർഷനാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ D ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ സൈഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് D/2 ആണ്, അതായത് ഇവിടത്തെ നേരെ പകുതിയാണ്. ഇനി ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് അതിൻ്റെ വലിയ സൈഡിൻ്റെ ഡയമെൻഷൻ, അതായത് വലിയ സൈഡിൻ്റെ ഡയമെൻഷൻ D ആണ്, അത് തന്നെയായിരിക്കും ആ ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ ഹൈറ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ചെറിയ സർക്കിൾ കണ്ടോ, സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ചെറിയ സർക്കിൾ എന്ന് പറയുന്നത് D/2 ആണ്, വലിയ സർക്കിൾ എന്ന് പറയുന്നത് വലിയ ഡയമീറ്റർ ആണല്ലേ, D ആണ്. ഇനി ഈ വരച്ച സൈഡ് വ്യൂവിൻ്റെ സെൻട്രൽ ലൈൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 D ആണ്. 1.25 D ആണ്. അത് ഇവിടെ വരുമ്പോഴോ ഈ സെൻട്രൽ ലൈൻ മുതൽ ഇതുവരെയാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് 1.25 D ആണ്. ഈ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ വരയ്ക്കുമ്പോൾ പറഞ്ഞു തരാവുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇനി ഞാനിത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വരയ്ക്കാനായിട്ട് ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വരയ്ക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ആദ്യം ഒരു സെൻട്രൽ ലൈൻ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ഒരു സെൻട്രൽ ലൈൻ ഇട്ടു, ഇവിടെ ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 1.25 D ആണെന്ന് അറിയാം. അത് നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ D എത്രയെന്ന് ഈ സെൻട്രൽ ലൈൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. ദെൻ ഇത് മുതൽ ഇതുവരെയും D ആണെന്ന് നമുക്കറിയാം. ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ D എടുക്കുക. ഇവിടെ D/2 ആണെന്നറിയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് D/2ൻ്റെ പകുതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് D/2ൻ്റെ പകുതി. ഓക്കെ, ആ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഈ പോയിന്റുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക, ഈ പോയിന്റുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക.
ഓക്കെ. ഇനി സ്മോളർ ഡയമീറ്റർ എടുക്കാൻ വേണ്ടി D/2 പകുതി കോമ്പസിൽ എടുത്തതിന് ശേഷം വരയ്ക്കുമ്പോൾ ചെറിയ സർക്കിൾ കിട്ടും. ഇത് വലിയ D ആണ്. ഓക്കെ. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ പകുതി കോമ്പസിൽ എടുത്തതിന് ശേഷം ഇവിടെ വെച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ വലിയ സർക്കിൾ കിട്ടും. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ തേർഡ് ആംഗിളിൻ്റെ സിമ്പലിനും വരയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഡ്രോ ദി സിമ്പിൾ ഫോർ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആസ് പെർ IS സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ വരയ്ക്കുക. ഇഫ് ബിഗർ ഡയമീറ്റർ D ഈസ് 40 mm, വലിയ ഡയമീറ്റർ D എന്ന് പറയുന്നത് 40 mm. ഇത്രയായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി റേഷ്യോസ് നമുക്കറിയാം. ഓക്കെ. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി റേഷ്യോസ് നമുക്കറിയാം. ഇത് ഏത് പ്രൊജക്ഷനാണെന്ന് നമ്മളിപ്പോൾ അറിയണം. ഏത് പ്രൊജക്ഷനാണിത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഓക്കെ. ഇതൊരു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് അല്ലേ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ ആദ്യം അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ. ആദ്യം അതിൻ്റെ ഫ്രണ്ട് വ്യൂവിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഫസ്റ്റ് ആംഗിൾ പൊസിഷനിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് എവിടെ വരയ്ക്കും? റൈറ്റ് സൈഡിൽ വരയ്ക്കും. ഓക്കെ. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ വരയ്ക്കും. അപ്പോൾ ഇതിനൊരു സെൻട്രൽ ലൈൻ ഉണ്ട്. നമുക്കറിയാം ഇതാണ് എന്തെന്ന് പറയുന്നത് D. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. D എത്രയാണ് തന്നിരിക്കുന്നത്? D 40 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇത് D ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? D/2 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ D/2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40/2 എന്ന് പറയുന്നത് 20 mm ആയിരിക്കും. ഓക്കെ. ഇനി നമുക്കറിയാം ഇതിൻ്റെ ഹൈറ്റ് എന്താണ്? D തന്നെയായിരിക്കും. അപ്പോൾ അതും എത്ര തന്നെയാണ്? 40 mm. ഇത് D/2 അല്ലേ? ഇത് D/2. ഈ വലുത് എന്ന് പറയുന്നത് D തന്നെയായിരിക്കും. ശരിയല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 D ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വരച്ചിരിക്കുന്നതിൻ്റെ സൈഡ് വ്യൂവിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസും അടുത്ത ഫ്രണ്ട് വ്യൂ തുടങ്ങുന്ന ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.25 D ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 1.25 × D കൂടി കണ്ടുപിടിക്കണം. 1.25 × D. ഓക്കെ. 1.25 × D എത്രയാണ്? 40. അത് 50 mm എന്ന് വരും. ഓക്കെ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് എല്ലാം എഴുതി. ഇപ്പോൾ D മാത്രമായിരുന്നു തന്നിരുന്നത്. അത് വെച്ചുകൊണ്ട് നമ്മൾ D/2 എത്രയെന്ന് കണ്ടുപിടിച്ചു. 1.25 D എത്രയെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇത് വരയ്ക്കാൻ പോവുകയാണ് നമ്മൾ. ആദ്യം നമ്മൾ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ. വരയ്ക്കാൻ പോകുന്നതിന് മുമ്പേ നമുക്കൊരു ധാരണ വേണം. ഇവിടെയാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്, ഇവിടെയാണ് അതിൻ്റെ സൈഡ് വ്യൂ വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളിതാ ഈ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയുള്ള സെൻട്രൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമുക്കറിയാം ഈ സെൻട്രൽ ലൈൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 1.25 D ആണ്. അതായത് 50 mm ആണ്. നമ്മൾ ഇവിടെ നിന്ന് 50 mm മാർക്ക് ചെയ്തു. ഓക്കെ. 50 mm മാർക്ക് ചെയ്തു. ഇവിടെ വലിയ D ആണ് ഈ ഡയമെൻഷൻ. 50 mm ഇത് മുതൽ ഇതുവരെ 50 ആയി. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ വലിയ D ആണ്. വലിയ D 40 mm ആണ്. അപ്പോൾ നമ്മൾ 20 വയ്ക്കുക. എന്ത് ചെയ്യുക? 20 അങ്ങോട്ടും മാർക്ക് ചെയ്യുക. 40 ആകുമ്പോൾ ഇവിടെയായി. ഓക്കെ. ഇനി ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് D തന്നെയാണ്. D എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ്? 40 തന്നെയാണ്. ഓക്കെ. ഇതും മാർക്ക് ചെയ്തു. ഇനി അവിടെ ഇതാണ് വരയ്ക്കേണ്ടത്. ഇത് D/2 ആണ്. D/2 എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 10 അങ്ങോട്ട് എടുക്കുക, ഇവിടെ നിന്ന് 10 ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ. അത് നമ്മൾ മാർക്ക് ചെയ്തു. ശരിയല്ലേ? ഇവിടെയും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? മീറ്റ് ചെയ്യിപ്പിക്കുക. ഇവിടെയും മീറ്റ് ചെയ്യിപ്പിക്കാമല്ലോ. നമ്മൾ ഇതും മീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ. ഇത്രയും നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ചു. ഇനി നമ്മളിവിടെ സർക്കിൾ വരച്ചാൽ പോരെ? സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ചെറിയ സർക്കിളും വരയ്ക്കണം, വലിയ സർക്കിളും വരയ്ക്കണം. ചെറിയ സർക്കിൾ D/2 ആണ്. D/2 എന്ന് പറയുമ്പോൾ 20. 20യുടെ ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എത്ര ഡയമെൻഷൻ എടുക്കണം? 10 എടുക്കണം. ശരിയല്ലേ? നമ്മൾ 10 എടുത്തു. 10 എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ. ഇനി D എന്ന് പറയുന്നത് എത്രയാണ്? 40. 40 നമുക്ക് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എത്ര എടുക്കണം? 20 കോമ്പസിൽ എടുക്കണം അല്ലേ? 40യുടെ ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എത്ര എടുക്കണം? 20 കോമ്പസിൽ എടുക്കണം.
മനസ്സിലായോ? സിമ്പിൾ മനസ്സിലായോ? ഇതാണ് സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതതിൻ്റെ സൈഡ് വ്യൂ. ഇനി അതിന് ശേഷം നമ്മൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. നോക്കി, ഞാൻ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തു. ഇത് തമ്മിൽ 1.25 ആണ്. ഇത് ഡി ആണ്, ഇത് D/2 ആണ്, ഹൈറ്റ് ഡി ആണ്. മനസ്സിലായോ? ഇനി തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദി സിമ്പിൾ ഓഫ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആസ് പെർ IS സ്പെസിഫിക്കേഷൻ ഇഫ് സ്മോളർ ഡയമീറ്റർ D/2 ഈസ് 20 mm. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിളാണ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. IS സ്പെസിഫിക്കേഷൻ വെച്ച് സ്മോളർ ഡയമീറ്റർ D/2 എന്ന് തന്നിട്ടുണ്ട്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ നമുക്ക് വരയ്ക്കണം. ഓക്കെ, അതായത് ആദ്യം നമ്മൾ ഫ്രണ്ട് ഒരു സെൻറ്റർ ലൈൻ, അവിടെ നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. ശരിയല്ലേ? ഇങ്ങനെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഫ്രണ്ട് വ്യൂ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് തന്നെ ആയിരിക്കും അല്ലേ? ഇതാണ് അതിൻ്റെ സിമ്പിൾ, നമുക്കറിയാം. ഇത് ഡി ആണ്. ശരിയല്ലേ? നമ്മളെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഇതാണ് D/2. D/2 എത്രയാണ് തന്നിരിക്കുന്നത്? 20 mm എന്നാണ്. ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഡി എത്രയായിരിക്കും? 2 × 20 എത്രയാണ്? 40 mm. അല്ലെങ്കിലും D/2 എന്ന് പറയുമ്പോൾ ഡിയുടെ പകുതിയല്ലേ? 40 mm. മനസ്സിലായി? ഇനി നമുക്കറിയാം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 × D ആണ്. അപ്പോൾ നമ്മൾ 1.25 × D ചെയ്യുന്നു. എത്ര കിട്ടി? 1.25 × D എത്രയാണ്? 40. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50 mm. നമ്മൾ ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ്. മെഷർമെൻറ്റ് ഒരിക്കലും സെയിം ആയിരിക്കില്ല. ചിലപ്പോൾ D/2 30 തരാം, 40 തരാം. ഓക്കെ, വ്യത്യാസം വരച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുക, ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യണം. ശരിയല്ലേ? നമ്മളൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ, സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അവിടെ വെച്ചുകൊണ്ട് നമ്മളൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഈ സെൻറ്റർ പോയിൻറ്റ് കിട്ടി. ഇനി ഇത് മുതൽ ഇതുവരെയാണ് 1.25 D, അതായത് 50 mm. അത് നമ്മൾ സ്കെയിലിൽ മാർക്ക് ചെയ്യുന്നു. 50 mm അത് നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ വെച്ചുകൊണ്ട് D/2 ആണ്. D/2 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ 10 അപ്പുറത്ത് 10 ഇപ്പുറത്ത് അല്ലേ? നമുക്കൊരു 10 അപ്പുറത്തോട്ട് മാർക്ക് ചെയ്യാം, 10 ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യാം. ലൈനായിട്ട് വരച്ചു. ദെൻ ഇത് മുതൽ ഇതുവരെ എന്താണ്? D തന്നെയാണ്, നമുക്കറിയാം. അതിൻ്റെ ഹൈറ്റും എന്ത് തന്നെയാണ്? വലിയ ഡയമീറ്റർ തന്നെയാണ്. അപ്പോൾ D എത്രയാണ്? 40. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെ D തന്നെയാണ്. ഓക്കെ, ഇനി അവിടെ D ആണ് ഡയമെൻഷൻ അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് 20, ഇങ്ങോട്ട് 20. അത് നമുക്ക് മാർക്ക് ചെയ്യുക. നമ്മളതങ്ങ് വരച്ചു. ശരിയല്ലേ? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാമല്ലോ. നമ്മളത് ക്ലോസ് ചെയ്തു. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് വരച്ചാൽ മതി? ഇവിടെ 2 സർക്കിൾ വരച്ചാൽ പോരെ? ആദ്യം ചെറിയ സർക്കിൾ D/2 ആണ്. D/2 എന്ന് പറയുമ്പോൾ 20 ആണ്. നമുക്ക് 10 കോമ്പസിലെടുക്കുക, വരയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കിളിൻ്റെ ഡയമീറ്റർ എത്ര കിട്ടും? റേഡിയസ് ആണ് നമ്മളിപ്പോൾ 10 എടുത്തത്. മനസ്സിലായോ? ഇനി വലിയ സർക്കിൾ വരയ്ക്കുക. വലിയ സർക്കിളിൻ്റെ ഡയമെൻഷൻ D ആണ്, അതായത് 40 ആണ്. അപ്പോൾ നമ്മൾ കോമ്പസിൽ എത്ര എടുക്കുന്നു? 20 എടുക്കുന്നു. ഓക്കെ, 20 എടുത്തിട്ട് വരയ്ക്കുന്നു. മനസ്സിലായോ? ഇനി ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ചെയ്യാൻ നമുക്കറിയാം ഇതതിൻ്റെ ഹൈറ്റാണ്. ഇത് മുതൽ ഇതുവരെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നു. ഡയമെൻഷൻ പറഞ്ഞു 3:1 റേഷ്യോയിൽ ആരോ ഹെഡ് വരയ്ക്കുക. അത് എത്രയാണ്? D ആണ്. ഇനി ഇതിൻ്റെ വലിയ സൈഡും എത്രയാണ് ഡയമെൻഷൻ? D തന്നെയാണ്. ശരിയല്ലേ? വലിയ സൈഡും D തന്നെയാണ്. നമ്മളതും മാർക്ക് ചെയ്തു. 3:1 റേഷ്യോയിൽ ആരോ വരച്ചു. അതും നമ്മൾ D എന്നത് മാർക്ക് ചെയ്തു. ഇതിൻ്റെ ചെറിയ സൈഡ് എത്രയാണ്? D/2 ആണ്.
അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.25 D ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രൊജക്ഷൻ്റെ സൈഡ് വ്യൂ എങ്ങനെയാണ്, ഫ്രണ്ട് വ്യൂ എങ്ങനെയാണെന്ന് വരുന്ന കാര്യം നമ്മളിതിനു മുമ്പേ ഒരു ആനിമേഷൻ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിലൂടെ മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലും തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലും ക്വാഡ്രൻറ്റിൽ ഈ ഫ്രസ്റ്റം ഓഫ് കോൺ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ ഉള്ളത് നമ്മൾ ആ വീഡിയോ നോക്കുമ്പോൾ ആ പൊസിഷൻ മനസ്സിലാവും. ഓക്കെ, താങ്ക്സ്.